കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. യഹൂദ രാജാവായ ഹേരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സക്കരിയാവെന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ എലിസബത്ത് മച്ചിയായിരുന്നു. അവർക്ക് സന്തതിയില്ലായിരുന്നു. ഒരു പുരോഹിതനെ സംബന്ധിച്ച് പുരോഹിതൻ്റെ മകൻ അടുത്ത പുരോഹിതനാണ്. പൗരോഹിത്യ ശുശ്രൂഷ അവരിലേക്ക് കൈമാറ്റപ്പെടേണ്ടവരാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു തലമുറ തനിക്കില്ല. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എലിസബത്തിനെക്കുറിച്ച് പറയുന്നത് അഹരോൻ്റെ പുത്രിമാരിൽ ഒരുവൾ ആയിരുന്നുവെന്ന്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ മത്സരഗ്രഹത്തിൻ്റെ ഇടയിൽ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം, ഈ ശുശ്രൂഷ ആർ ചെയ്യണമെന്ന് ദൈവം അവരോട് പറയുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്. ഓരോരുത്തൻ ഓരോ ഗോത്രക്കാർ ഓരോ കൊമ്പ് എടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ സാക്ഷ്യകൂമ്പാരത്തിന് മുമ്പിൽ കൊണ്ടുവെക്കണം. അവിടെ ഒറ്റ രാത്രി കൊണ്ട് ബദാം വൃക്ഷം പൂത്ത് കായ്ച്ച് ഫലം പുറപ്പെടുവിച്ചു. പിതാക്കന്മാരുടെ കാലത്ത് അഹരോൻ്റെ വടി പൂത്ത് തളിർത്തതാണ്. പക്ഷേ തൻ്റെ മകളിലേക്ക് വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പിതാക്കന്മാർക്ക് വെളിപ്പെട്ട ദൈവം പിതാക്കന്മാർക്ക് വേണ്ടി 40 വർഷം പഴക്കമുള്ള വടിയെ സ്വത്രം തളിർപ്പിച്ചു. പക്ഷേ സ്വന്തം തലമുറയിലേക്ക് നോക്കുമ്പോൾ ഒരു തളിർപ്പിൻ്റെ അവസരമില്ല. മച്ചിയെന്ന് മുദ്രയിടപ്പെട്ട് പുരോഹിത ശുശ്രൂഷയ്ക്കകത്ത് തൻ്റെ ശേഷം ഒരു പുരോഹിതനെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ കൂടാരത്തിൻ്റെ അകത്ത് വലിയ വേദന അനുഭവിക്കപ്പെട്ടവരായി ഇവർ നിലനിൽക്കുകയാണ്. ജനത്തിൻ്റെ വേദനകരമായിരിക്കുന്ന വിഷയങ്ങൾ, ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ധൂപം കാണിക്കുകയും ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് ഒരു പുരോഹിതനായി ജീവിക്കുന്ന ഈ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ ദൈവകൽപ്പനയിലും നീതിയിലും ന്യായത്തിലും വിശ്വസ്തയോടെ ജീവിച്ചവരാ. എന്തുകൊണ്ട് വിശ്വസ്തയോടെ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അവസരങ്ങൾ കടന്നു വരുന്നു? ഇന്ന് പകൽ ദൈവവൈദ്യലെ നിൻ്റെ ഉള്ളിലെ വേദനയെ മാറ്റുന്ന ദിവസം വന്നിരിക്കുകയാ. അതുകൊണ്ട് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അങ്ങനെ അബിയാക്കൂറിൽ ഈ അഹരോൻ്റെ പുത്രിയുടെ ഭർത്താവായ സക്കരിയാവിന് നറുക്കു വീഴുകയാണ്. ഈ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഇവരെ കൂറായി ക്രമീകരിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്രമീകരിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോൾ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇതാർക്കാണ് ലഭ്യമാകുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഈ തലമുറയിൽ ഏറ്റവും വയസ്സേറിയ ഈ സക്കരിയാവിന് നറുക്ക് വീഴുകയാ. പ്രതീക്ഷിക്കാത്ത ഒരു നറുക്ക് ഇന്ന് പകൽ ദൈവാത്മാവ് നിൻ്റെ മേൽ വെക്കുകയാ. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കുകയാ. ഈ വയസ്സും പ്രായം ചെന്ന ഈ പുരോഹിതന് ഈ നറുക്ക് വീണപ്പോൾ ദൈവസന്നിധിയിലേക്ക് ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദേവാലയത്തിലേക്ക് തനിക്ക് നറുക്ക് വീണപ്പോൾ താൻ കടന്നു ചെല്ലുമ്പോൾ ഇതാ സ്വത്രം ധൂപപീഠത്തിൻ്റെ അരികെ ദൈവത്തിൻ്റെ ദൂതൻ നിൽക്കുന്നു. അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്ന വാക്കിങ്ങനെയാണ്, സക്കരിയാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹൃദയത്തിൽ വേദനകരമായിരിക്കുന്ന അവസ്ഥ തനിക്കുണ്ട്. അതിനെ കടിച്ചമർത്തിക്കൊണ്ട് ജനത്തിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്ന ഈ പുരോഹിതൻ ആലയത്തിൻ്റെ ഉള്ളറയിലേക്ക് ചെല്ലുമ്പോൾ തിരുവചനം പറയുന്നത്, പുറത്ത് ജനം പുരുഷാരം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിതനെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നാൽ ജനം അവരുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുമ്പോൾ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ ജനത്തിന് വേണ്ടി മാത്രം മറുപടികൾ കൈമാറിക്കൊണ്ടിരുന്ന പുരോഹിത, ഇന്ന് പകൽ നിനക്ക് മുമ്പിൽ നറുക്കു വീണത് നിന്നെ വെറും കൈയോടെ മടക്കി വിടാനല്ല, വയോവൃദ്ധനായിരിക്കുന്ന നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി നിൻ്റെ പക്കലേക്ക്
നൽകി തരികയാ. പുറത്തു ജനം കാത്തിരിക്കുന്ന ഒരു മറുപടിക്ക് വേണ്ടി, എന്നാൽ അകത്ത് പ്രാർത്ഥനയുടെ മറുപടി എന്തായിരിക്കും? ഈ ജനത്തോട് ഞാൻ സംസാരിക്കേണ്ടത്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവത്തിൻ്റെ മറുപടി തൻ്റെ മേൽ വെളിപ്പെടുകയാ. കുഞ്ഞെ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരികയാ. നിന്റെ ദർശനത്തിന് സമാപ്തി വെച്ചിരിക്കുകയാ. അതിൻ്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. താമസിക്കില്ലത് നടക്കും നിശ്ചയം. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ നിനക്ക് നിവർത്തിച്ചു തരുവാൻ, നൽകി തരുവാൻ കരുത്തനായ ഒരു ദൈവം ഇന്ന് പകൽ നിന്നോട് സംസാരിക്കുന്നതേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേർ വിടണം. ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന വാക്കിങ്ങനെ: ദീർഘനാളുകളായി ഒരു തലമുറയില്ലാത്തതിൻ്റെ വേദന നീ അനുഭവിക്കുന്നില്ലേ? ഭയപ്പെടേണ്ട. ഇന്ന് മടങ്ങി നീ പോകുമ്പോൾ ജനത്തോടുള്ള ദൂതുമായിട്ടല്ല, മറിച്ച് നിന്റെ ഭവനത്തിൽ നിന്റെ ഭാര്യ മച്ചിയെന്ന് മുദ്രകുത്തിയ നിന്റെ ഭാര്യ എലിസബത്തിനോടുള്ള ആലോചന, നിന്നോടുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തേണ്ട സമയം വന്നിരിക്കുന്നു. ഇന്ന് പകൽ ഈ തിരുവചനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് കൈമാറുകയാ. നാളുകൾ പ്രാർത്ഥിച്ചിട്ടും അനേകർക്ക് മറുപടി ലഭിച്ചു കൊടുത്തു. പക്ഷേ ഇന്ന് വരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ വ്യത്യസ്തമായിരിക്കുന്ന നിലവാരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു ദൈവശബ്ദം നീ കേൾക്കുകയാ. നിന്നോടുള്ള ബന്ധത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു നിനക്കൊരു മകനെ പ്രസവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആലയത്തിൻ്റെ അകത്ത് കേൾക്കപ്പെട്ട ദൂതിൻ്റെ മറുപടി: സക്കറിയാവേ, നിൻ്റെ ഭാര്യയിൽ ഞാൻ നിവർത്തിക്കപ്പെടുകയാ. ഇന്ന് പകൽ നാളുകൾക്ക് മുമ്പ് കേൾക്കപ്പെട്ട ചില മറുപടികൾ, ചില വാഗ്ദത്തങ്ങൾ നിൻ്റെ കൂടാരത്തിൽ ഇന്ന് ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉത്ഭവിക്കപ്പെടാൻ പോകുകയാ. എവിടെയൊക്കെയോ മുടങ്ങിപ്പോയെന്ന് വിധി പറഞ്ഞത് ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല. ലോകം മച്ചി എന്ന് കുത്തിയവൾ ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല. വാർദ്ധക്യ ജനനരകൾ തൻ്റെ തലയ്ക്ക് മേൽ വാദിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി വെളിപ്പെടുത്തുന്നു. അതേ, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം. നിന്റെ കൂടാരത്തിനകത്ത് ഗർഭമടയപ്പെട്ട് കിടക്കുന്ന ആ എലിസബത്തിൽ ഞാൻ ജനിപ്പിക്കപ്പെടുവാൻ പോകുന്നു. പിതാക്കന്മാരിൽ നടത്തിയ അതേ അത്ഭുതം അനന്തര തലമുറകളിലേക്ക് കൈമാറുവാൻ ദൈവാത്മാവ് വിശ്വസ്തനാണ്. അത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു തരും. നിന്റെ താല്പര്യങ്ങളെ നിവർത്തിക്കുന്നവനായ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവിക മറുപടികൾ വെളിപ്പെടുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും പ്രാർത്ഥനയുടെ മറുപടി നൽകിക്കൊടുത്ത ദൈവം ഇന്ന് പകലും ഞങ്ങളുടെ വിഷയത്തിൽ വചനത്തിലൂടെയും മറുപടി നൽകി തരുവാൻ അങ്ങ് വിശ്വസ്തനും ശക്തനുമാകയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.